ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് രുചികരമായിട്ടുള്ള നാടൻ പലഹാരം പരിചയപ്പെടാം. പഴം കൊണ്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. വീട്ടിലുള്ള ചേരുവകൾ മാത്രം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തയ്യാറാക്കുന്ന ഈ റെസിപ്പിക്ക് കുറച്ച് ശർക്കരപ്പാനി കൂടുതൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് 2.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം പാനി ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് ശർക്കര ഒന്ന് ഉരുകി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ശർക്കരയെല്ലാം ഉരുകി നന്നായിട്ട് കട്ടയെല്ലാം തന്നെ അലിഞ്ഞ് പോയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി തണുത്തതിന് ശേഷം അരിച്ച് വേണം നമ്മളിത് ഉപയോഗിക്കാൻ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മുന്തിരി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. ഇതിനകത്ത് വെള്ളമെല്ലാം ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. തേങ്ങ ഇപ്പോൾ നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ അവൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ അവൽ വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നല്ല നൈസായിട്ടുള്ള അവൽ നോക്കി എടുക്കണേ. ഇനി നമുക്ക് ഇതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം സിമ്മിലിട്ട് കൊടുത്ത് തേങ്ങയും അവലും ഇതുപോലൊന്ന് ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നിടം വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് പഴമാണ്. അപ്പോൾ പഴം ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ റോബസ്റ്റ കൊണ്ടും തയ്യാറാക്കാം. റോബസ്റ്റ ആണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതിയാകും. ഇനി പഴം ഒന്ന് തൊലി പൊളിച്ച് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പഴം ഒന്ന് ഇതുപോലെ ഉടച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടാണെങ്കിലും അരച്ചെടുക്കാം. ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ചെറിയ ചെറിയ കഷ്ണം കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഇതുപോലൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് പഴം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. റവ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന മിക്സ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ഇതിലേക്ക് ശർക്കരപ്പാനിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി അരിച്ച ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 ട്രിപ്പായിട്ടാണ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ശർക്കരപ്പാനിയിൽ മിക്സാക്കി എടുക്കണം. പഴവും റവയും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വരണം. ഇനി ബാക്കി ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കട്ടകളൊന്നുമില്ലാതെ റവയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം. അപ്പോൾ അതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 15 മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ റവ ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് കുതിർന്ന് ശർക്കരപ്പാനിയൊക്കെ വറ്റി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം നല്ല കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് ലൂസാക്കി എടുക്കാം.
അപ്പോൾ റവയെല്ലാം കുതിർന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് തിക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ ഉപ്പ്, 2 നുള്ള് ബേക്കിംഗ് സോഡ, ഇത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്നുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ ബാറ്ററി ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് പേപ്പർ കപ്പ് എടുക്കാം, അതിലേക്കൊന്ന് നെയ്യ് തടവി കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ പേപ്പർ കപ്പ് എടുത്തതേ ഉള്ളൂ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. നമുക്ക് സ്റ്റീൽ കപ്പ് വേണമെങ്കിലും എടുക്കാം, സ്റ്റീൽ പാത്രത്തിലോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാ കപ്പിലും ഞാനിവിടെ നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എല്ലാ കപ്പിൻ്റെയും 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇത് വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും, അതുകൊണ്ട് നമ്മൾ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്ത് വേണം ഇത് ആവിയിൽ വേവിച്ചെടുക്കാൻ. ഇനി നമുക്ക് എല്ലാ കപ്പിലും ഇതുപോലെ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു അപ്പച്ചമ്പ് അടുപ്പത്ത് വെച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതുപോലെ ഓരോന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന മുന്തിരിയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ നട്ട്സും തേങ്ങാക്കൊത്തും എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം കൊണ്ട് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് കപ്പൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളകി വരും. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, കാണുമ്പം തന്നെ അറിയാമല്ലോ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരം എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു റെസിപ്പി നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചക്കയപ്പമൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.